നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. പ്രിയമുള്ളവരെ, നമ്മുടെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയൊരു തീവട്ടിക്കൊള്ളയുടെ കഥയെക്കുറിച്ചാണ് ഇന്നെനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്. എന്തെന്നാൽ നമ്മുടെ കൊച്ചു കേരളത്തിലും ഇതുപോലൊരു തീവട്ടിക്കൊള്ള, അതായത് ദൈവത്തെ വിറ്റ് പണമാക്കുന്ന ചിലർ, ആ പണത്തിന് ദൈവത്തിന് അവകാശമില്ലെന്നോ അല്ലെങ്കിൽ ദൈവത്തിന് പണത്തിൻ്റെ ആവശ്യമില്ലെന്നോ നല്ലതുപോലെ മനസ്സിലാക്കി അവർ ആ പണം അടിച്ചു മാറ്റി. അത് നടന്നത് മറ്റൊരിടത്തുമല്ല, നമ്മുടെ രാജ്യത്തിൻ്റെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി എല്ലാ കർമ്മങ്ങളും നിർവഹിച്ച് സ്ഥാപിച്ച മറ്റൊരു ദേവാലയം അവിടെ ഉണ്ടായിരുന്നു. ആ ദേവാലയത്തിൻ്റെ തലമുകളിൽ കയറി നൂറുകണക്കിന് അല്ലെങ്കിൽ ഈ ആയിരക്കണക്കിന് ആൾക്കാർ കൊടികുത്തി ഇടിച്ചു നിരത്തി അതിനുശേഷം തൻ്റെ പ്രിയപ്പെട്ട ദൈവം ജനിച്ച മണ്ണാണെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ മറ്റൊരു ക്ഷേത്രം പണിയുന്നതിന് വേണ്ടി പതിറ്റാണ്ടുകളുടെ കേസും വഴക്കും പ്രശ്നങ്ങളിൽ കൂടിയും പരിഹാരം കണ്ടെത്തി കോടതി കൊണ്ട് നിർബന്ധപൂർവം തങ്ങൾക്ക് അനുകൂല വിധി പ്രഖ്യാപിച്ച് അതുവഴി അവിടെ ഒരു ക്ഷേത്രം പണിതു. ഒപ്പം രാജ്യത്തിൻ്റെ നമ്മുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി അതിനു വേണ്ടുന്ന സർവ്വ കർമ്മങ്ങളും താൻ തനിയെ നിർവഹിച്ച് താൻ ഒരു കർമ്മി കൂടിയാണെന്ന് തെളിയിച്ച രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി. എത്ര സന്തോഷകരമായ ഒരു നിമിഷമാണ്. മറ്റാരെയും ഉൾക്കൊള്ളിക്കാതെ അദ്ദേഹം തന്നെ ശിലാകർമ്മങ്ങളും നിർവഹിച്ചു, ദൈവത്തെ പ്രതിഷ്ഠിച്ചു, അതിനുവേണ്ട കർമ്മങ്ങളെല്ലാം നടത്തി എല്ലാവർക്കും അനുഗ്രഹം കിട്ടുന്നതിന് വേണ്ടി അദ്ദേഹം ഒരു ക്ഷേത്രവും പണിയിപ്പിച്ചു. കോടതി ഒരു ട്രസ്റ്റിനെ രൂപീകരിക്കാൻ പറഞ്ഞു. അതിന് സർക്കാരിൻ്റെ പിന്തുണ ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞു. സർക്കാർ അതിനെ നേരിട്ട് അതിൻ്റെ ഇടപാടുകൾ നടത്തുകയും ക്ഷേത്രം പണിയുകയും ചെയ്തു. വളരെ പെട്ടെന്നായിരുന്നു, ധൃതി പിടിച്ചായിരുന്നു അതിൻ്റെ പ്രവേശന ഉത്സവം എല്ലാം നടന്നത്. എന്തെന്നാൽ ആ സമയം അടുത്തിരിക്കുമ്പോഴാണ് ഇലക്ഷൻ വരുന്നത്. ഈ ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ടാണ് ആ ഒരു ക്ഷേത്രം ധൃതഗതിയിൽ അവിടെ നടത്തുകയും ഒപ്പം അതിന് വേണ്ടുന്ന കർമ്മങ്ങൾ നിർവഹിക്കാൻ നേരിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി അവിടെ പോവുകയും കർമ്മങ്ങൾ നിർവഹിക്കുകയും അതുവഴി ഹിന്ദുക്കളെയും മറ്റ് ആൾക്കാരെയും കയ്യിലെടുക്കുകയും ചെയ്തത്. ഓർക്കണം, ദൈവത്തിന് പണം ആവശ്യമില്ല എന്ന് അവിടുത്തെ പരിചാരകർ തീർത്തും മനസ്സിലാക്കിയിരിക്കുന്നു. അവിടുത്തെ എന്നല്ല, നമ്മുടെ നാട്ടിലെ കൊച്ചു കേരളത്തിലെ ഏറ്റവും വലിയ സമ്പന്നമായ അല്ലെങ്കിൽ ഒരുപാട് വരുമാനം നേടിത്തരുന്ന മറ്റൊരു ക്ഷേത്രമാണ് ശബരിമല. അവിടെയും ഇതുപോലെ അടിച്ചുമാറ്റലുണ്ടായിരുന്നു. ഒരു തമാശയെന്നോണം പറയട്ടെ, ഈ അമ്പലത്തിൽ കളവ് നടന്നപ്പോൾ ഈ കഴിഞ്ഞുപോയ നമ്മുടെ നിയമസഭാ ഇലക്ഷന് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി വന്ന് ആ കളിവാക്കുകൾ പറഞ്ഞ് കളിയാക്കുകയും ചെയ്തു. എങ്ങനെ? ശബരിമലയിൽ നിന്നും സ്വർണം കട്ടവൻ ആരെന്ന് അദ്ദേഹം ചോദിക്കുകയും ചെയ്തു. അപ്പോൾ അത്തരത്തിൽ ഈ ഒരു ദൈവത്തിൻ്റെ ഒരു കളി അവർ കളിയാക്കുമ്പോൾ ഈ സ്ഥലത്ത്, അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നേരിട്ട് എല്ലാ കർമ്മങ്ങളും നിർവഹിച്ച് ശിലാസ്ഥാപനവും നടത്തി ദൈവവിശ്വാസികൾക്ക് അല്ലെ വിശ്വാസികൾക്ക് തുറന്നു കൊടുത്ത അതേ അമ്പലത്തിൽ അപ്പോഴും കളവ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതാ ചമ്പത് റോയ് എന്ന് പറഞ്ഞ ഒരു മുഖ്യ വ്യക്തി, ഈ ട്രസ്റ്റിൻ്റെ മുഖ്യ വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ ആദ്യം ചോദ്യം ചെയ്തു SIT, രണ്ടാമതും ചോദ്യം ചെയ്യാൻ വിളിച്ചിരിക്കുന്നു. അപ്പോൾ എന്താണ് അദ്ദേഹത്തിന് ഇതിലുള്ള പങ്ക്? അദ്ദേഹത്തിന് എന്താണ് പങ്ക്? അദ്ദേഹം ട്രസ്റ്റിൻ്റെ എല്ലാ അംഗത്വങ്ങളും ഭാരവാഹിത്വങ്ങളും സർവ്വതും തലയിൽ നിന്ന് ഒഴിവാക്കി. വിശ്വസിച്ചവർ വഞ്ചിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒരുപക്ഷെ അദ്ദേഹം ഇതിൽ ഉൾക്കൊള്ളില്ലായിരിക്കാം. എന്തെന്നാൽ അദ്ദേഹത്തിന് അറിവില്ലാതെ ഒരു കാരണവശാലും ഇത് ഒരിക്കലും മറയ്ക്കാൻ പറ്റില്ല. എത്ര തന്ത്രപൂർവമാണ് ആ ക്ഷേത്രത്തിൽ നിന്നും ലക്ഷങ്ങളല്ല കോടികളാണ് എടുത്തുകൊണ്ടുപോയിരിക്കുന്നത്. 7.5 കോടി രൂപ. ഒരു നല്ല കാര്യം, ഒരു കാരണവശാലും എന്തെന്നില്ലാത്ത ഒരു സന്തോഷം തോന്നിയത് ഈ കളവിൽ അല്ലെങ്കിൽ ഈ പങ്കിൽ മുസ്ലിമായ ഒരു വ്യക്തിയുടെ പേരോ അതിൻ്റെ സ്പർശനമോ ആ ഏരിയയിൽ എങ്ങും പോയിട്ടില്ല. എങ്കിൽ പറഞ്ഞേനെ, മുസ്ലിങ്ങൾ ഈ ക്ഷേത്രവും കൊള്ളയടിച്ചു, രാജ്യത്ത് മറ്റ് നടത്തുന്ന അനാശാസ്യ പ്രവർത്തനങ്ങൾക്ക് ഈ ക്ഷേത്രത്തിൻ്റെ പണമെടുത്താണ് അവർ ചെയ്യുന്നത് എന്ന് പറഞ്ഞു പരത്തിയേനെ. നമ്മുടെ കൊച്ചു കേരളത്തിലുള്ള 2-3 വ്യക്തികൾ, അതിൽ 2 പേരാണ് ചാനൽ ചർച്ചയിൽ വന്നത്. അവരുടെ വളരെ ദയനീയമായ അവസ്ഥ, അതായത് ഒന്നും പ്രതികരിക്കാൻ പറ്റുന്നില്ല. വിളിച്ചില്ലേ, വന്നെങ്കിലല്ലേ പറ്റൂ, അല്ലെങ്കിൽ അതും നാണക്കേടാകില്ലേ എന്നുള്ള ഒരു കാരണത്താൽ
വന്നിരുന്ന് വളരെ വളരെ ദയനീയമായി ഇതിനെക്കുറിച്ച് മറുപടി പറയുന്നു. തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം, അതിന് കുറെ ഉപാധികളായിരുന്നു കൂടുതൽ. അങ്ങനെ പോയാൽ ഇങ്ങനെ പോയാൽ അങ്ങനെ. പിന്നെ ഇത് ഞാൻ പറഞ്ഞു വരുന്നത് മറ്റാരുമല്ല, ആർ വി ബാബുവും മറ്റേ ശ്യാമു പ്രസാദും ഒക്കെയാണ്. ശ്യാമു പ്രസാദൊക്കെ വന്നിരുന്ന് പറയുന്നത് കേട്ടാൽ, ആർ വി ബാബു ഒക്കെ പറയുന്നത് കേട്ടാൽ സത്യം നമുക്ക് വിഷമം തോന്നുന്നു. കാരണം അവർക്ക് വിശ്വാസമുണ്ട്, പക്ഷേ ആ വിശ്വാസത്തെ വഞ്ചിക്കുകയും അത് വിറ്റ് പണമാക്കുകയും ചെയ്ത കുറേ മനുഷ്യർ, ശ്യാമു പ്രസാദും ആർ വി ബാബുവും ശശികലയും അതുപോലുള്ള ദൈവത്തിനു വേണ്ടി വാദിക്കുന്ന കുറേ ആൾക്കാർ നമ്മുടെ രാജ്യത്തുണ്ട്, ലോകത്തുണ്ട്. അവർക്ക് വേണ്ടി പറയുകയാണ്, വിശ്വാസം എന്നാൽ തൻ്റെ മനസ്സിനുള്ളിലാണ്. അത് ഒരു മനുഷ്യനും ചോദ്യം ചെയ്യാൻ കഴിയില്ല, ആർക്കും അവകാശപ്പെടാൻ കഴിയില്ല, ആർക്കും തടഞ്ഞു വയ്ക്കാൻ കഴിയില്ല, ആർക്കും അതിനെ വെറുക്കണം അല്ലെങ്കിൽ അതിനെ അതിരുവരമ്പുകൾ വയ്ക്കാനും സാധ്യമല്ല. കാരണം ഒരു മനുഷ്യൻ ദൈവത്തെ വിശ്വസിക്കുന്നത് അവൻ്റെ ഉള്ളിലാണ്. അവൻ്റെ വിശ്വാസത്തെ തടയിടാൻ ലോകത്ത് ഒരു ശക്തിക്കും സാധിക്കില്ല. അത് ദൈവത്തിന് മാത്രമേ, അല്ലെങ്കിൽ വിശ്വസിക്കുന്ന വിശ്വാസിക്ക് മാത്രമേ അതിന് സാധ്യമാകുകയുള്ളൂ. ചിലരുണ്ട് ദൈവവിശ്വാസങ്ങളിൽ അവർ ഒരുപാട് ആഗതരായിരിക്കും, ഒരുപാട് അകമഴിഞ്ഞ് അവർ ദൈവത്തെ വിശ്വസിക്കുന്നുണ്ടായിരിക്കും. അത് മറ്റു ചിലർ അവരുടെ മുമ്പിൽ അത് ചെയ്തില്ല എങ്കിൽ അവരെന്തോ വെറുക്കപ്പെട്ട ജീവിയെ പോലെയാണ് ചിലർ കാണുന്നത്. അതിൻ്റെ ആവശ്യമില്ല. ദൈവവിശ്വാസം എന്ന് പറഞ്ഞാൽ നെറ്റിയിൽ എഴുതി ഒട്ടിച്ചുകൊണ്ട് നടക്കേണ്ട ഒരു സാധനമല്ല. ഇവിടെ തൻ്റെ അധ്വാനത്തിൻ്റെ ഒരു വിഹിതം ആ ദൈവത്തിൻ്റെ കാണിക്കയായി നൽകിയപ്പോൾ ആ പൈസ അല്ലെങ്കിൽ ആ സ്വർണമോ അല്ലെങ്കിൽ വെള്ളിയോ, ഈ സ്വർണവും വെള്ളിയും മാത്രമല്ല, പണവും മാത്രമല്ല, അവിടുന്ന് മറ്റ് വിലപിടിപ്പുള്ള ഒരുപാട് സാധനങ്ങൾ അടിച്ചു കൊണ്ടുപോയി. നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഉദ്ദേശിച്ചത് ദൈവവിശ്വാസം നിലനിർത്തുകയും ഒപ്പം രാജ്യത്തേക്ക് വലിയൊരു വരുമാനം കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ളതാണ്. അതുവഴി ഈ മഹാസഭ, അതായത് ഹിന്ദു മഹാസഭ ഇനിയും വളരണം, രാജ്യം പിടിച്ചടക്കണം, അതുവഴി സമ്പത്ത് വരും. അപ്പോൾ എന്തും ചെയ്യാൻ നമുക്ക് സമ്പത്തുണ്ടാവും എന്ന് അദ്ദേഹം വിചാരിച്ചു. അതിനുവേണ്ടി, കാരണം ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ഒരു ക്ഷേത്രമാണ് ശ്രീ രാമക്ഷേത്രം. അതിൽ തെറ്റൊന്നുമില്ല. ദൈവം ഏതോ ആയിക്കൊണ്ടുപോട്ടെ, വിശ്വാസം ഏതോ ആയിക്കൊണ്ടുപോട്ടെ, മനുഷ്യൻ്റെ ഉള്ളിലാണ് വിശ്വാസം. ദൈവത്തിന് കുറച്ച് പണമോ അല്ലെങ്കിൽ സ്വർണമോ അല്ലെങ്കിൽ അരിയോ പൂവോ എണ്ണയോ നെയ്യോ ഒന്നും കൊണ്ടുവച്ചാൽ ദൈവം അത് എടുക്കില്ല. ദൈവം അത് എടുക്കും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ദൈവത്തിന് അതിൻ്റെ ആവശ്യമില്ലെന്നേ. കാരണം ദൈവമാണ് ഈ പ്രപഞ്ചം മുഴുവനും സൃഷ്ടിച്ചത്. അദ്ദേഹത്തിന് ഇനി എന്താണ് മനുഷ്യരായ നമ്മൾ എന്താണ് എടുത്തുകൊണ്ട് കൊടുക്കേണ്ട ആവശ്യം? അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടോ? അങ്ങനെ ഉള്ളവരൊന്ന് പറഞ്ഞു തരണം, കേൾക്കാൻ വേണ്ടിയിട്ടാണ്. ദൈവത്തിന് ഈ പ്രപഞ്ചത്തിൽ കാണുന്നതൊന്നും തന്നിഷ്ടപ്രകാരം എടുത്ത് ഉപയോഗിക്കാൻ സാധിക്കില്ല എങ്കിൽ അദ്ദേഹത്തിന് ശക്തി ഉണ്ടെന്ന് പറയുന്നതിൽ എന്തർത്ഥമാണ്? മനുഷ്യരായ നമ്മൾ കൊണ്ടുവന്ന് കാണിക്ക വെക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഓരോ മനുഷ്യൻ്റെയും അധ്വാനത്തിൻ്റെ ഒരു വിഹിതം ആ അമ്പലത്തിൽ അല്ലെങ്കിൽ ശബരിമല ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് കാണിക്കയായി നൽകുമ്പോൾ അതൊരു സമൂഹത്തെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ പണങ്ങൾ പാവങ്ങൾക്ക് കൊടുക്കാം, ദൈവം സന്തോഷിക്കും. ചികിത്സയ്ക്ക് നിവൃത്തിയില്ലാത്തവർക്ക് കൊടുക്കാം, ദൈവം സന്തോഷിക്കും. കിടപ്പാടമില്ലാത്തവന് കിടപ്പാടം കൊടുക്കാം, ദൈവം സന്തോഷിക്കും. പഠിക്കാൻ നിവൃത്തിയില്ലാത്തവർക്ക് പഠിപ്പിക്കാം, ദൈവം സന്തോഷിക്കും. രോഗികളായി നിത്യരോഗികളായി കിടപ്പ് രോഗികളായ ആ പാവങ്ങളെ സഹായിക്കാം, ദൈവം സന്തോഷിക്കും. ഒരു നേരത്തെ ആഹാരത്തിന് നിവൃത്തിയില്ലാതെ റോഡിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന അല്ലെങ്കിൽ കുടിലുകളിൽ അന്യന്റെ മുമ്പിൽ കൈ നീട്ടാതെ തൻ്റെ മാനം പോകുമെന്ന് വിശ്വസിച്ച് വീട്ടിനുള്ളിൽ കഴിഞ്ഞുകൂടുന്ന എത്രയോ പട്ടിണി പാവങ്ങളുണ്ട്, അവർക്ക് കൊടുക്കാം, ദൈവം സന്തോഷിക്കും. ഇതിനുള്ളിലാണ് ദൈവം ഇരിക്കുന്നത്. എത്രയോ കാണുന്നില്ലേ, ഓരോ സ്ഥലങ്ങളിൽ ഓരോരുത്തർ പാവങ്ങളെ സഹായിക്കാൻ വേണ്ടി ഇറങ്ങുന്നു. അപ്പോൾ ഈ അമ്പലങ്ങളിലും പള്ളികളിലും കുമിഞ്ഞു കൂടുന്ന സ്വത്തുക്കൾ, ഇങ്ങനെയുള്ള പാവങ്ങളെ സഹായിക്കൂ, ദൈവം നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും. ദൈവം നിങ്ങളോടൊപ്പം ഉണ്ടാവും. പാവങ്ങൾക്ക് വേണ്ടി കൊടുക്കൂ, ഇല്ലാത്തവന് കൊടുക്കൂ. അതല്ലേ ചെയ്യേണ്ടത്? അതല്ലേ ദൈവത്തിന് ഇഷ്ടം? അല്ലാതെ എല്ലാം എനിക്ക് കൊണ്ടുവരണം, എനിക്കാണ് ഇതിൻ്റെ ആവശ്യമെന്ന് ദൈവം എപ്പോഴാണ്, ഏത് മനുഷ്യൻ്റെ അടുത്താണ്, ഏത് വേദഗ്രന്ഥങ്ങളിലാണ് പറഞ്ഞിട്ടുള്ളത്? ഏത് വേദഗ്രന്ഥങ്ങളിലാണ് ദൈവം പറഞ്ഞിട്ടുള്ളത് ഇവിടുത്തെ പണവും സ്വത്തുക്കളും ഈ കാണുന്ന സ്വർണവും വെള്ളിയും അല്ലെങ്കിൽ നെയ്യോ പഴമോ പാലോ അഭിഷേകമോ കൊണ്ടുവന്ന് എനിക്ക് തരൂ,
ഞാൻ നിങ്ങളെ സന്തോഷിപ്പിക്കാം എന്ന് ഏത് വേദഗ്രന്ഥത്തിലാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്? എവിടെയാണ് ദൈവം പറഞ്ഞിട്ടുള്ളത്? ഇല്ലാത്തവന് കൊടുക്കൂ, അപ്പോൾ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും. ഈ നല്ല വാക്കുകളാണ് ദൈവം മനുഷ്യനെ പഠിപ്പിക്കാൻ ശ്രമിച്ചത്. നിർഭാഗ്യവശാൽ ഇതൊന്നും ദൈവത്തിന് വേണ്ട എന്ന് അവിടെ പരിചാരകരായി നിൽക്കുന്ന ആൾക്കാർക്ക് നല്ല ബോധ്യമുണ്ട്. ആയതിനാൽ അവർ എടുത്തുകൊണ്ട് പോയി അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യുന്നു. ഇപ്പോൾ കേൾക്കുന്ന വാർത്ത, ഈ പണം ഉപയോഗിച്ച് കെട്ടിയിരിക്കുന്ന കെട്ടിടങ്ങളും വീടുകളും ഇടിച്ചു നിരത്താൻ സർക്കാർ മുതിരുന്നു. ഈ പണം ഉപയോഗിച്ച് നടത്തിയിട്ടുള്ള എല്ലാം കണ്ടുകെട്ടി പിന്നെ അതിന് തിരിച്ചു പിടിക്കാൻ സർക്കാർ ഇറങ്ങിയെങ്കിലേ പറ്റൂ. SIT ഇപ്പോഴിതാ ഒരുപാട് വീഡിയോകൾ CCTV ഫുട്ടേജുകൾ എടുത്ത് പരിശോധിക്കുന്നു. ഈ പണം കൊണ്ടുപോകാൻ പിന്നെ ബാത്റൂമിൽ ഒളിപ്പിച്ചു. ദൈവത്തിന്റെ പണം അടിച്ചു മാറ്റി കൊണ്ടുവന്ന് ബാത്റൂമിൽ വെച്ചു. അതുവഴി പലരുടെയും പോക്കറ്റിലും അവിടെ ഇവിടെയൊക്കെ വെച്ച് കൊണ്ടുപോകുന്നു. ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല. കാരണം കുമിഞ്ഞു കൂടുന്ന കോടിക്കണക്കിന് രൂപ കാണുമ്പോൾ, അല്ലെങ്കിൽ സ്വർണമോ വെള്ളിയോ കാണുമ്പോൾ ഏതൊരു മനുഷ്യന്റെയും മനസ്സൊന്ന് അങ്കലാപ്പിലാകും. കോടിക്കണക്കിന് രൂപ, ഇത് ദൈവം എന്നെടുത്തോണ്ട് പോകാൻ, എവിടെ എടുത്തോണ്ട് പോകാൻ? ദൈവം എടുത്തോണ്ട് പോകണമെങ്കിൽ ഈ ഓരോ ദിവസം വരുന്ന വരുമാനത്തിൽ നിന്ന് അദ്ദേഹം ഒരു വിഹിതം എടുക്കുമ്പോൾ അതിൽ കുറയണ്ടേ? ദൈവം എടുത്തോണ്ട് പോകല്ലേ? കാരണം അദ്ദേഹത്തിന് വിശപ്പുണ്ട്, ആഹാരം വച്ച് കഴിക്കണം. അദ്ദേഹത്തിന് വീടില്ല, വീട് കെട്ടണം. അദ്ദേഹത്തിന് വാഹനങ്ങൾ വാങ്ങിക്കണം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പരിചാരകർക്ക് കൂലി കൊടുക്കണം. അങ്ങനെയൊക്കെ ചെയ്യാനുള്ള ആവശ്യത്തിനുള്ള വരുമാനം ഇവിടെ വരുമ്പോൾ ഇതെല്ലാം ദൈവം എടുത്തോണ്ട് പോണ്ടേ? മണ്ടന്മാരായ മനുഷ്യരായ നമ്മൾ ഈ ദൈവത്തിന് കൊണ്ടുകൊടുക്കുന്നത് ഒന്നും ദൈവത്തിന് ആവശ്യമില്ല. അപ്പോൾ ഇവിടെ ചമ്പത്രായെ വീണ്ടും SIT ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നു. ഇവിടെ നിന്ന് പണം എടുത്തുകൊണ്ട് പോകുന്ന, ഇവിടുത്തെ സംഭാവനകൾ അടിച്ചു മാറ്റിക്കൊണ്ടു പോകുന്ന CCTV ഫുട്ടേജുകൾ എടുത്ത് പരിശോധിക്കുന്നു. ഇവിടെ ഇതൊരു ചെറിയ മീനല്ല. ചമ്പത്രായി എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു ചെറിയ മീനല്ല. ഒരിക്കലും ഈ ട്രസ്റ്റിൽ അല്ലെങ്കിൽ ഈ ക്ഷേത്രത്തിൽ വ്യക്തികൾ ആരും അറിയാതെ ഒരു കാരണവശാലും ഒരു ഈച്ച പോലും പറക്കില്ല. കാരണം അത്രയധികം സെക്യൂരിറ്റി മറ്റു കാര്യങ്ങളുമുള്ള ഈ ക്ഷേത്രത്തിൽ നിന്നും, ഈ അമ്പലത്തിൽ നിന്നും, ഈ ദേവാലയത്തിൽ നിന്നും, ഈ പുണ്യ ഒരു സ്ഥലത്ത് നിന്നും ഒരിക്കലും കളവ് നടക്കില്ല. അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇതിൽ അകപ്പെട്ടവരെ തീർച്ചയായും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം. കൊണ്ടുവന്ന് സമൂഹത്തിന് ഒരു മാതൃകയാക്കി കാട്ടിക്കൊടുക്കണം. ഇവിടെ SITയുടെ മുമ്പിൽ ഒരുപാട് ആൾക്കാരെ ചോദ്യങ്ങൾ ചെയ്തു, കുറെ പേരെ അറസ്റ്റ് ചെയ്തു. അതുകൊണ്ട് മാത്രം പോരാ, ഇതിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന വമ്പൻ സ്രാവുകളുണ്ട്. ഈ സ്രാവുകളൊന്നും അറിയാതെ ഇവിടെ നിന്ന് ഒന്നും പോകില്ല. ഈ സ്രാവുകളുടെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് അവരെ അറസ്റ്റ് ചെയ്ത് കൽത്തുറുങ്കിൽ അടയ്ക്കണം. പിന്നെ ഇവിടെ മറ്റൊരു ദേവാലയം ഉണ്ടായിരുന്നു. ആ ദേവാലയം ഇടിച്ചു പൊളിച്ചിട്ടാണ് ഇവിടെ മറ്റൊരു ദേവാലയം പണിതുയർത്തിയത്. മനസ്സിലായില്ലേ? ഇവിടെ ഒരു ദേവാലയം ഉണ്ടായിരുന്നു. ഞാൻ കുറ്റം പറയുന്നില്ല. ശ്രീരാമൻ ജനിച്ചത് എന്നാണ്? അതിന് രേഖയുണ്ടോ? രേഖയില്ല. മനുഷ്യനായ നമുക്ക് സാധ്യമല്ല. കാരണം അദ്ദേഹം ഒരു ദൈവപുത്രനായിരുന്നു. അദ്ദേഹം ഇന്ന് ജീവനോടെ ഇരിപ്പുണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായും ഈ ദുഷ്ടന്മാരെ ചാട്ടയ്ക്കടിച്ച് അല്ലെങ്കിൽ അമ്പെയ്ത് കൊല്ലുമായിരുന്നു. അത്രയും നീചമായ, മനുഷ്യനെ പരസ്പരം സ്നേഹിക്കാത്ത വ്യക്തികളാണ് ഇന്ന് ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യക്കോലം കെട്ടിയ നരാധമന്മാർ, മനുഷ്യക്കോലം കെട്ടിയ നീചന്മാർ. കാരണം ദൈവത്തെ വിറ്റ് പണം സമ്പാദിക്കുന്ന മനുഷ്യർ. ദൈവത്തിന് പോലും രക്ഷയില്ല, രാമന് പോലും രക്ഷയില്ല. ഇതാണ് മനുഷ്യന്റെ ശക്തി. അടുത്തൊരു വിഷയമായി വരാമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.